നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ആരാധന എന്ന വിഷയമാണ്. ഈ ആരാധനയെപ്പറ്റി പറയുമ്പോൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പാട്ട് പാടുന്നതും കൈയടിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും ഒന്നുമല്ല ആരാധന. പൊതുവെ പല ദേവദാസന്മാരും അങ്ങനെ പറയും, ആരാധന എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. പക്ഷെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നും അങ്ങനെ അവർ വിശദമാക്കാറില്ല. ആരാധന എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നതോ പാട്ട് പാടുന്നതോ ഒന്നുമല്ല. ഞാനും അത് എഗ്രി ചെയ്യുന്നു. പക്ഷേ ആരാധന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു മനോഭാവമാണ് ആരാധന. നമുക്കൊരാളോട് ആരാധന തോന്നുന്നു എന്ന് പറഞ്ഞാൽ അതൊരു മനോഭാവമാണ് ആരാധന. പക്ഷേ ഈ അടിത്തട്ടിലുണ്ട് എന്ന് പറയപ്പെടുന്ന ആ മനോഭാവമാകുന്ന ആരാധനയ്ക്ക് ഒരു വെളിപ്പെടുത്തലുണ്ട്. ആ ആരാധനയുടെ ഒരു പ്രദർശനമുണ്ട്. അതിനെയാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് വർഷിപ്പ് എന്ന് പറയുന്നത്. ആരാധന എന്ത് ചെയ്യാണ്? പ്രദർശിപ്പിക്കുകയാണ്. അതിനകത്ത് ഈ കയ്യടിയും ഈ പാട്ടും ഈ സ്തോത്രവും ഈ സ്തുതിയും ഈ ഹല്ലേലൂയയും വരും. അപ്പം ആ ഒരർത്ഥത്തിൽ പഠിക്കുമ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കുന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും ഒക്കെ തന്നെയാണ്. ഇത് മനസ്സിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു വിശേഷവും ഇല്ല. ഒരുപാട് ആളുകൾ പറയുന്നു കൈയടിക്കുന്നതല്ല, ഉച്ചത്തിൽ ശബ്ദം വെക്കുന്ന അല്ല ആരാധന. ആരാധന എവിടെയാണ്? ആരാധന അങ്ങ് അന്തരാത്മാവില്ല. ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അന്തരാത്മാവിലിരിക്കുന്ന ആരാധന എന്ത് ചെയ്യണം? മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം, പ്രദർശിപ്പിക്കപ്പെടണം. ആരാധനയുടെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ആരാധന നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഈ ആരാധനയെ പറ്റി വണങ്ങുക, നമസ്കരിക്കുക, സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക, പുകഴ്ത്തുക, ഇത്രയൊക്കെ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് പല വാക്കുകൾ നമുക്ക് കാണാം. പക്ഷേ എബ്രായ ബൈബിളിൽ, എബ്രായ ഭാഷയിൽ ആരാധനയ്ക്ക് 58 പദങ്ങളുണ്ട്. 58 വ്യത്യസ്ത വാക്കുകളാണ് ആരാധനയെ സൂചിപ്പിക്കുവാൻ എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന, എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പം 58 വാക്കുകളൊന്നും പറയാൻ സമയമില്ല. ഞാൻ സാധാരണ അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 10 വാക്കുകളാണ് എടുക്കുന്നത് ആരാധന എന്താണെന്ന് മനസ്സിലാക്കാൻ. 10 വാക്കുകൾ, 10 വാക്കും പറയാൻ ഇന്ന് നമുക്ക് സമയമില്ല. അപ്പം അതിൽ ഒന്നാമത്തെ പദം, എബ്രായ പദം, ആരാധനയുടെ എബ്രായ പദം ബറാക്ക്. നമുക്ക് വളരെ പരിചയമുള്ള വാക്കാണ് ബറാക്ക്. ബറാക്ക് എന്ന് പറഞ്ഞാൽ വർഷിപ്പാണ്, ആരാധനയാണ്. അതെന്താ ആരാധന എന്നറിയാമോ? മുട്ടുകുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. മുട്ടുകുത്തുക അതൊരു ആരാധനയുടെ ഫോമാണ്, അതൊരു മാനിഫെസ്റ്റേഷനാണ്. ഞാൻ 4 വർഷമായിട്ട് ആരും മുട്ടുകുത്തുന്ന കണ്ടിട്ടില്ല. നമ്മുടെ പഴയ ചർച്ചിൽ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാർപ്പറ്റാണ്, നല്ല സുഖമാണ്. ആർക്കെങ്കിലും ഒരു ബറാക്കായിട്ട് വർഷിപ്പ് ചെയ്യണമെങ്കിൽ മുഴങ്കാൽ മടക്കാം. അത് ഏറ്റവും ഐഡിയൽ ഫോം ഓഫ് വർഷിപ്പാണ്, ഏറ്റവും മികച്ച മാതൃക. കാരണം എന്താണെന്നറിയോ? ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരു മാതൃകയാണ് മുട്ടുകുത്തി അവനെ നമസ്കരിക്കുക. വരുവിൻ, നാം നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. 95-ാം സങ്കീർത്തന. യേശുവിൻ്റെ അടുത്ത് കാഴ്ചയുമായിട്ട് വരുമ്പോൾ ആ ജ്ഞാനികൾ മുട്ടുകുത്തുകയാണ്. യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുമ്പോൾ മീൻ നിറഞ്ഞ പടകിൽ പത്രോസ് മുട്ടുകുത്തുകയാണ്. മീൻ നാറുന്ന പടകിൽ ആരാധനയ്ക്കായി മുട്ടുകുത്തുന്നു. അപ്പം അവിടെ മാത്രമാണ് മുട്ടുകുത്തുന്നത്. സ്വർഗത്തിലോട്ട് നോക്കിക്കോ, അവിടെയും എന്ത് ചെയ്യാണ്? മൂപ്പന്മാർ കിരീടങ്ങൾ താഴെ വെച്ച് മുട്ടുകുത്തുകയാണ്. To kneel down, to bow down, that is the ideal form of worship. അതാണ് ഏറ്റവും മികച്ച മാതൃക. നിന്റെ ഉള്ളിൽ ആരാധന തളം കെട്ടി നിൽക്കുന്നെങ്കിൽ ആ ആരാധനയെ പ്രദർശിപ്പിക്കുവാനുള്ള ഏറ്റവും മികച്ച മാതൃക മുഴങ്കാൽ മടക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരാധിക്കാൻ തോന്നുന്നു ബറാക്ക്. ബറാക്ക് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നമസ്കരിക്കും. ബറാക്കിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് ഷാഖ എന്നൊരു വാക്കുണ്ട്. ഞാൻ അത് ഒരുമിച്ച് എടുക്കുന്നത്. ഷാഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 95-ാം സങ്കീർത്തന വായിച്ച ആ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക എന്നുള്ളത് ഷാഖയാണ്. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്താൻ എഴുതിക്കുന്ന ബറാക്കാണ്. വരുവിൻ നാം ഷാഖ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ ബറാക്ക്. അപ്പോൾ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ഷാഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാട് വീഴുക,
നിങ്ങൾ എവിടെയെങ്കിലും ഒരു ആരാധനയ്ക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ? ആരാധന ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞാൽ അത് ചെയ്യും. നമ്മുടെ ചർച്ച അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ആരാധനയെ പ്രദർശിപ്പിക്കുന്നു, നമുക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ആ ദൈവത്തോടുള്ള സ്നേഹവും ആരാധനയും വെളിപ്പെടുത്താനുള്ള സമയമാണ്, സന്ദർഭമാണ് ഈ 2 മണിക്കൂർ നമ്മളിവിടെ വേർതിരിക്കുന്നു. കമന്നു വീണ് ആരാധിക്കുക. അതിനകത്ത് ആരും ലജ്ജയുടെ വിഷയം വിചാരിക്കണ്ട. നിങ്ങളെ ദൈവം എത്രത്തോളം സ്നേഹിച്ചോ അതനുസരിച്ചാണ് ആരാധന. എല്ലാവരും അപ്പുറം നിൽക്കുന്ന ആളും ഇപ്പുറം നിൽക്കുന്ന ആളും എങ്ങനെ ആരാധിക്കുന്നു എന്ന് നോക്കിയിട്ട് ആ ഒപ്പം ആരാധിക്കാനല്ല. ശീമോന്റെ വീട്ടിൽ ആ സ്ത്രീ വന്നിട്ട് തൈലം പൊട്ടിച്ച് അവൻ്റെ കാലിൽ പുരട്ടി തലമുടി കൊണ്ട് കാല് തുവർത്തി. അപ്പോൾ എല്ലാവരും നീരസപ്പെട്ടപ്പോൾ യേശു അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അവൾ അവളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ പറയുകയാണ്, ഇവൾ എന്നെ അധികം സ്നേഹിച്ചു. അപ്പൊ ഈ ആരാധനയുടെ സമയത്ത് എല്ലാവരും ബ്രെഡ് ജാമ് തേക്കുന്നു, അതുകൊണ്ട് നീയും ബ്രെഡ് ജാമ് തേക്കരുത്. മനസ്സിലായോ? ബ്രെഡ് ജാമ് തേക്കുന്നു ഇങ്ങനെ. അപ്പൊ നമ്മൾ അതിനല്ല. അപ്പൊ അപ്പുറം നിൽക്കുന്ന ആൾ ആരാധിക്കുന്ന അളവിലല്ല. നിന്നെ ദൈവം സ്നേഹിച്ചത് എത്ര അളവിലാണോ ആ അളവിൽ, നീ ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര അളവിലാണോ ആ അളവിൽ നീ ദൈവത്തെ ആരാധിക്കണം. ആഹ്വാനമാണ്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തുക. ഒന്നാമത്തെ വാക്കതാണ്. എന്താണത്? ബറാക്ക്. രണ്ടാമത്തെ വാക്ക് നമുക്ക് അതിനേക്കാൾ പരിചയമുള്ള വാക്കാണ്. രണ്ടാമത്തെ എബ്രായ വാക്ക്, ആരാധനയുടെ രണ്ടാമത്തെ എബ്രായ വാക്ക് ഹലാൽ. ഹലാൽ ചിക്കൻ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞു. ഹലാൽ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. അത് ആ റൂട്ട് വേർഡിൽ നിന്നാണ് ഹാലലൂയ എന്ന വാക്കുണ്ടായി വന്നത്. ഹാലലൂയ. അപ്പൊ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണിക്കുക എന്നുള്ളൊരർത്ഥമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ആരാധനയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കാണിക്കുക. അതിൻ്റെ റൂട്ട് വേർഡിൽ ഹീബ്രു ലെക്സിക്കൺ സ്ട്രോങ്സിലൊക്കെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ക്ലാമറസ്ലി ഫ്ലൂളിഷ് എന്നാണ്. ക്ലാമറസ്ലി ഫൂളിഷ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളം അതിന് പറഞ്ഞില്ലേ, ഒരു ശബ്ദമുഖരിതമായ വിഡ്ഢിത്തം എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭോഷത്വമായിട്ട് തോന്നുന്ന എന്തൊക്കെയോ കാണിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് പലരും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്ത ആരാധന വീഡിയോകളൊക്കെ ഉണ്ട്. They were just engaged in halal. നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ പറയായോ അവർ ആളുകൾക്ക് ഭോഷത്വമായിട്ട് തോന്നുന്നു. They were just doing halal. ഹലാൽ എന്ന് പറഞ്ഞാൽ അതാണ് ക്ലാമറസ്ലി ഫൂളിഷ്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 34 സങ്കീർത്തനമാണ് ദാവീദിൻ്റെ. കമോൺ, 34 സങ്കീർത്തനം എപ്പോൾ എഴുതിയതാണ്? 34 സങ്കീർത്തനം അബിമലേക്കിന്റെ മുമ്പിൽ ബുദ്ധിപൂർവ്വം നടിച്ചിട്ട് ദാവീദ് ആക്ട് ചെയ്തിട്ട് പാടുന്നതാണ്. മനസ്സിലായി എങ്ങനെയാണ്? തലമുടിപ്പിച്ച് പിറിച്ച് തുപ്പലൊലിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ ആക്ട് ചെയ്യുകയാണ്. ഇറ്റ് വാസ് ഹലാൽ. ഹലാൽ എന്ന് പറയുമ്പോൾ അതാണ്. ഒരു ഭ്രാന്തായിട്ട് തോന്നും, പക്ഷെ അത് ഭ്രാന്തല്ല, അത് ഹലാലാണ്. ആരാധനയിൽ ആദ്യം നമ്മൾ പറഞ്ഞ ബറാക്ക്, 2 ഹലാൽ. സങ്കീർത്തനം 22:23 യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിന്റെ സർവ്വസന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അപ്പോഴത്തേക്കിന് ഹലാൽ. സങ്കീർത്തനം 63:5 നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. എന്താണ് 63 സങ്കീർത്തനം? എപ്പോഴും രാവിലെ വായിക്കുന്നല്ലേ? ആരാ വായിക്കുന്നത്? 63 സങ്കീർത്തനം, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു, എൻ്റെ വായി സന്തോഷമുള്ള അതിരത്താൽ നിന്നെ ഹലാൽ. ഷോ റേവ് അബൌട്ട്, ബോസ്റ്റ് അപ്പോൺ, പുകഴ്ത്തുക, പൊങ്ങച്ചം പറയുക. ഇതൊക്കെ ഹലാലിൻ്റെ ഭാഗമാണ്. എന്ത് പൊങ്ങച്ചം പറയുന്നത്? നമ്മുടെ പൊങ്ങച്ചല്ല, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള പൊങ്ങച്ചം പറയും. നമ്മുടെ ദൈവത്തെ പുകഴ്ത്തുക. അത് സങ്കീർത്തനങ്ങളിലും ബൈബിളിലുടനീളവും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭക്തന്മാർ ദൈവത്തിൻ്റെ പൊക്കം പറയുക, ദൈവത്തെ പുകഴ്ത്തുക. ഹലാൽ. ദൈവത്തിൻ്റെ നമ്മൾ അതിൽ അഭിമാനിക്കുക. പ്രൈസ് ഗോഡ്. ഈ ഇലക്ഷനൊക്കെ ചിലർ ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ടി വിയിൽ നോക്കണം, എന്തെല്ലാം ആളുകൾ കാണിക്കുന്നത്, അനുയായികൾ. 3ാമത്തെ വാക്ക് ഷബാക്ക്. ഷബാക്ക് എന്ന് പറഞ്ഞാൽ ടു കമാൻഡ്, കൽപ്പിക്കുക, ഒരു വിജയം ഘോഷിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിയോടുകൂടെ ചിലത് അട്ടഹസിച്ച് പറയുക. ഈ ഓർത്തഡോക്സ് ആരാധനയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇതെല്ലാം അവരവിടെ പറയുന്ന കേൾക്കാം. പക്ഷെ അവരാരും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. മദ്ബഹായിൽ നിന്ന് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയും, ഇപ്പോൾ അട്ടഹസിച്ച് പറയേണ്ടതാകുന്നു. പക്ഷെ അവിടെ ആരും അട്ടഹസിക്കുന്നില്ല. ഞാൻ പല മെത്രാച്ചന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടുന്ന് അനൗൺസ്മെൻ്റ് ഉണ്ട്, പക്ഷെ അത് ഒരുപാട് വർഷം മുമ്പ് എഴുതിയാണ്ട് അന്ന് അതെല്ലാം ഒറിജിനലി അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നാം അട്ടഹസിച്ച് പറയേണ്ടതാകുന്നു എന്ന് ചില ആഹ്വാനങ്ങളൊക്കെ വരും, പക്ഷെ ആരും അട്ടഹസിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞേ. ഷബാക്ക്, ഷൗട്ട് ചെയ്യണം.
നമ്മുടെ ആരാധന വെളിപ്പെടുന്നതിൽ സമൂലമായ മാറ്റം വരണം. ഷൗട്ട് ചെയ്യുക. ദാനിയേൽ 2-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അവിടെ കാണുന്നത് ഷബാക്കാണ്. എന്താണെന്നറിയാം അവിടെ സംഭവിക്കുന്നത്? ദാനിയേലിന് ദർശനം വെളിപ്പെട്ടു. സ്വപ്നത്തിൻ്റെ കൃത്യമർത്ഥം പറയാൻ ദൈവം ദാനിയേലിനെ സഹായിച്ചു കഴിഞ്ഞപ്പോൾ ആ ജാതീയ രാജാവിൻ്റെ മുമ്പിൽ നിന്ന് ദാനിയേൽ എന്ത് ചെയ്യാണ്? ഷബാക്ക്, ഷൗട്ട് ചെയ്യാണ്. ആ ദാനിയേൽ പ്രവചനം ഒന്ന് വായിച്ചു നോക്കുക, നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ദാനിയേൽ ഒന്നും കെയർ ചെയ്യുന്നില്ല. ദാനിയേൽ എന്ത് ചെയ്യാണ്? ഷൗട്ട് ചെയ്തിട്ട് പ്രൊക്ലെയിം ചെയ്യുകയാണ്, എൻ്റെ ദൈവം വലിയവനാണ്, അവൻ എനിക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു, അവൻ രാജാക്കന്മാരെ മാറ്റുന്നു, അവൻ കാലങ്ങളെ സമയങ്ങളെ മാറ്റും, അവൻ ഇതൊന്നും വിഷയമല്ല, സകലതും അവനാണ് പിടിച്ചിരിക്കുന്നത്, എൻ്റെ ദൈവം വലിയവനാണ്. പിന്നെ അവൻ ജസ്റ്റ് ഒന്നും കെയർ ചെയ്യുന്നില്ല ചുറ്റുപാടുകളെ. അപ്പുറം നിൽക്കുന്ന ആരാണ്, ഇപ്പുറം നിൽക്കുന്ന ആരാണ്, ഞാൻ എവിടെയാണ്, ഇതൊന്നും വിഷയമല്ലാതെ ഷൗട്ട് ചെയ്ത് പ്രൊക്ലെയിം ചെയ്യുന്നത്. അതാണ് ഷബാക്ക്. വാൾമാർട്ടിൽ നിന്ന് വേണേ ഒന്ന് ഷബാക്ക്, അതാണ് ഷബാക്ക്. വർഷിപ്പ് ഹൃദയത്തിന് ചാടി വരും. അപ്പുറം ആരാ നിൽക്കുന്നത്, നമ്മൾ എവിടെയായിരുന്നു? 4-ാമത്തെ ഇപ്പം എത്ര എണ്ണം പറഞ്ഞേ? 3. ഏതൊക്കെയാണ്? ബറാക്ക്, ഹലാൽ, ഷബാക്ക്. 4-ാമത്തെ ആരാധനയുടെ പദമാണ് ടെഹില. ടെഹില എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക. അതൊരു ആരാധനയാണ്. ടെഹില, കീർത്തനങ്ങൾ പാടുക, ഗാനങ്ങൾ പാടുക. സങ്കീർത്തനം 40:5 വളരെ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് ടെഹീല തന്നെ. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇതിനെല്ലാം മലയാളത്തിൽ സ്തുതി വരുന്നുള്ളൂ. അവനെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് ടെഹീല തന്നെ. ടെഹീലയാണ് ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകളിലൂടെ. അപ്പം നമ്മളിങ്ങനെ ആരാധന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആരാധന നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് തുടങ്ങുമ്പോഴേ നമ്മൾ പറയണോ ടെഹീല. 5-ാമത്തെ പദം ടോഡ. ടോഡ, ടോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോഡ കൈകൾ ഉയർത്തുക. അത് നമ്മൾ മലയാളത്തിൽ വായിക്കും സ്തുതിപ്പിന്നോ. കൈകൾ ഉയർത്തുക, എക്സ്റ്റൻഷൻ ഓഫ് ഹാൻഡ്സ്, അഡോറേഷൻ, കൺഫെഷൻ, ദാറ്റ് ഈസ് സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ദൈവത്തിന് സ്തുതി ബലി അർപ്പിക്കുക. ചുറ്റി നടക്കുക, ടോഡയുടെ ഭാഗമാണ് ചുറ്റി നടക്കുക. ഞാനൊരു ചർച്ച ചെന്നപ്പം അവിടെ കുറേ ചെറുപ്പക്കാർ, ആ ഉണർവിൻ്റെ ആ ഫസ്റ്റ് വേവ് വന്ന ആ സമയത്താണ് ഈ കേരളത്തിൽ ഒരു 2000 ബിഗിനിങ്ങിൽ ഭയങ്കര റിവൈവൽ എല്ലാ ചർച്ചിലും വന്നൊരു സമയമുണ്ട്. ഞാനൊരു ചർച്ച ചെന്നത്, എൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. ഞങ്ങളിങ്ങനെ ചെല്ലുമ്പം അവിടെ ആരാധന നടക്കുകയാണ്. ഞാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വലിയൊരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ അകത്തൂടെ കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ വട്ടത്തിൽ ഓടുന്നു. അപ്പം എൻ്റെ കൂടെ വന്നവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു ഇതെന്നെ ട്രെയിൻ കളിക്കുകയാണോ? അത് ഞാൻ പറഞ്ഞു നോ, ടോഡ. വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് ടോഡ. അറിയത്തില്ലാത്തവർക്ക് അവൻ ട്രെയിൻ കളിക്കുകയാണ്. അവർക്ക് ഈ വാക്കൊന്നും അറിയത്തില്ല. ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് അവർ ആ സഭയ്ക്ക് ചുറ്റും നടക്കുകയാണ്, കോൺഗ്രിഗേഷൻ ചുറ്റും നടക്കുകയാണ്. അവർക്കറിയത്തില്ല. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി ടോഡ. കൈകൾ ഉയർത്തുക, കൈകൾ ഉയർത്തി വട്ടത്തിൽ നടക്കുക, ഇതെല്ലാം ആ ആരാധനയുടെ ഭാഗമാണ്. നന്ദിയെ പറയുക, സ്തുതിയെ പറയുക, ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ പ്രതി കൈയടിക്കുക. ഇതാണ് ടോഡയുടെ മറ്റൊരു മീനിങ്. എന്താണത്? ഇത് കൈ അടിക്കുക എന്ന് പറഞ്ഞാലും ആ ടോഡയുടെ എക്സാക്റ്റ് മീനിങ്ങിൽ നമ്മുടെ കൈ ഇങ്ങനെ അടിക്കുന്നതല്ല. അതിൻ്റെ എക്സാക്റ്റ് റൂട്ട് മീനിങ് വരുമ്പോൾ മറ്റൊരാളുമായിട്ട് കൈ കൂട്ടി അടിക്കുന്നതാണ്. ഹൈഫൈ ആണ്. ദാറ്റ് ഈസ് ടോഡ. നമ്മുടെ ദൈവം അത് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു കൈ, ഇവിടുന്ന് ഒരു ഒറ്റയടി. അതാണ് ടോഡ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടോഡ നടന്നിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ദൈവത്തെ പറ്റി, ദൈവം കഴിഞ്ഞ നാളുകളിൽ ചെയ്തതിനെ പറ്റി, ദൈവത്തിൻ്റെ ശക്തിയെ പറ്റി, ദൈവത്തിൻ്റെ വലിപ്പത്തെ പറ്റി എല്ലാം പറഞ്ഞിട്ട്, ആ സാധ്യതയെ പറ്റി എല്ലാം പറഞ്ഞിട്ട്, നമ്മുടെ മുമ്പിലുള്ള അസാധ്യതകളെ നോക്കി ദൈവത്തെ സ്തുതിച്ചിട്ട്, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പരസ്പരം കൈയടിക്കുക, ഹൈഫൈ അടിക്കുക. അതാണ് ടോഡ. അതാണ് ടോഡ. ചുറ്റി നടക്കുക. എരിഹോവിൻ്റെ ചുറ്റും ഇസ്രായേൽ മക്കൾ ചെയ്തത് ടോഡയാണ്. നമ്മുടെ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് അവർ ആ കോട്ടയ്ക്ക് ചുറ്റും നടക്കുകയായിരുന്നു. ആത്മമണ്ഡലത്തിൽ യുദ്ധങ്ങൾ. ഇപ്പം ദാവീദ് പറയുന്നുണ്ട്, അവൻ്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു.
യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അത് നിശ്ചയമായും ഭൗതിക തലത്തിലുള്ള യുദ്ധമാണ് ദാവീദ് ഉദ്ദേശിച്ചതും പറഞ്ഞതുമൊക്കെ. പക്ഷെ അതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. നമ്മുടെ കൈകൾക്ക് ആരാധനയിൽ വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കൈകൾക്ക് ആത്മീയ യുദ്ധത്തിൽ വളരെ പ്രസക്തിയുണ്ട്. മോശയുടെ കൈകൾ ഉയർന്നിരുന്നപ്പോഴാണ് ഇസ്രായേൽ ജയിച്ചത്. അവൻ്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നില്ല. കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് മസിൽ പെരുപ്പിച്ച് വല്ലവൻ്റെ പെടലിക്ക് പിടിച്ച് ഞെക്കുന്ന കാര്യമെന്നോ. നിന്റെ കൈകൾ കൊണ്ട് ടോട അടിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആത്മമണ്ഡലത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ എത്ര എണ്ണ പറഞ്ഞപ്പം 5 വാക്കുകൾ. ആദ്യത്തത് ബറാക്ക്, രണ്ടാമത്തത് ഹലാൽ, മൂന്നാമത് ഷെബാക്ക്, നാലാമത്തത് ടെഹീല, അഞ്ചാമത്തത് ടൊട. ഇനി 6ാമത്താണ് യാദ. യാദ എന്ന് പറഞ്ഞാൽ കൈകൾ അടിക്കുക. ഇതാണ് കൈയടിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ഹാപ്പനിങ്. എന്താണ് ഇവിടെ നടക്കുന്നത്? യാദ. കൈകളടിക്കുക, കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഈ കൈകളടിക്കുന്നതിന് പല വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കരങ്ങളടിക്കുന്നതെല്ലാം ഒരൊറ്റ ഗ്രൂപ്പിലാണ് വരുന്നത്. കൈകളടിക്കുക. സങ്കീർത്തനം 47:1 നമുക്ക് വളരെ പരിചയമുണ്ട് അല്ലേ? എന്താണത്? സങ്കീർത്തനം 47:1, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ. അത് അവിടെ എന്നാ എഴുതിയിരിക്കുന്ന ടാക്ക എന്ന വാക്കാണ്. ടാക്ക അത് ഈ യാദായുടെ തന്നെ ഗ്രൂപ്പിലാണ് വരുന്നത്. ടാക്ക അതിൻ്റെ റൂട്ട് മീനിങ് നമ്മൾ പഠിക്കുമ്പം, അപ്പോൾ ഈ ടാക്ക എന്ന വാക്കിൻ്റെ റൂട്ട് മീനിങ് നമ്മൾ പഠിക്കുമ്പം പഴയ കാലത്ത് ഇവരെല്ലാം കൂടാരവാസികൾ. അപ്പോൾ ഈ കൂടാരത്തിൻ്റെ കുറ്റി അടിക്കുന്നതിനാണ് ടാക്ക എന്ന് പറയും. എന്തിനാ പറയുന്നത്? കൂടാരത്തിൻ്റെ കുറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ കൂടാരത്തിൻ്റെ കുറ്റി അടിക്കുക. കൂടാരത്തിൻ്റെ കുറ്റി അടിക്കുമ്പോൾ അലക്ഷ്യമായിട്ട് അടിക്കരുത്. കാരണം കൂടാരം പറന്നു പോകും. നിന്റെ ആത്മീക കൂടാരങ്ങളെ ഉറപ്പിക്കുന്ന പരിപാടിയാണ് ആരാധനയിൽ കൈയടിക്കുന്നത്. അല്ലാതെ ഇത് ബ്രെഡ് ജാമ് വെക്കുന്ന പരിപാടിയല്ല. യാദ ടാക്ക കൈ കൊട്ടുക, കൂടാരത്തിൻ്റെ കുറ്റി അടിക്കുക. അത് വലിയ സംഭവമാണ്. ഞാനതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കൂടാരത്തിൻ്റെ കുറ്റി വെച്ചിട്ട് കൂടം വെച്ച് ഇങ്ങനെ അടിക്കും. പിന്നീട് ഞാൻ വന്ന് ഇപ്പം ഈ വലിയ ബിൽഡിങ്ങിനൊക്കെ പൈലടിക്കുന്നുണ്ടല്ലോ. പൈലടിക്കുമ്പോൾ എങ്ങനെയാ? ഞാൻ ബോംബെയിൽ ചെന്നപ്പം അവിടെ ഒരു വലിയ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ് പൈലടിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. ചുറ്റുപാടുള്ള എല്ലാ ബിൽഡിങ്ങും വിറക്കുകയാണ്. അപ്പം ഞാൻ താമസിച്ച ആ പാസ്റ്റർ പറയാണ്, പാസ്റ്റർ ഒരു രക്ഷയില്ല, ഓരോ അടിയും കൊണ്ട് നമ്മളെ ഇളകുക, ഒന്നും അതുപോലെ ഒന്ന് അടിച്ചുകൊണ്ടിരിക്കുക. നീ കൈ അടിക്കുമ്പോൾ അതുപോലെ ആത്മമണ്ഡലം പ്രകമ്പനം കൊള്ളുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല, ചുമ്മാതെയുള്ള പരിപാടിയല്ല. കൈയടിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ വ്യത്യാസം വരും. ഈ പെന്തക്കോസ്തിലൊക്കെ നേരത്തെ തൊട്ടുള്ളവർക്കറിയാം, നമ്മൾ ചില ശുശ്രൂഷയൊക്കെ നടക്കുമ്പം ഈ കൃപാവരമുള്ള പ്രവാചകന്മാരോ പ്രവാചകിമാരോ ഒക്കെ വന്നിട്ട് അവരങ്ങ് വന്നിട്ട് 2 കൈ അടിക്കുമ്പോൾ അന്തരീക്ഷം വ്യത്യാസപ്പെടും. ഒത്തിരി പേര് കളിയാക്കുന്നുണ്ട്, കൈ കൊട്ടി മേശക്കെട്ടടിച്ചു ആളുകൾ. അങ്ങനെയൊന്നും ആളുകൾ ഇളകത്തില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. എനിക്ക് അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ റൂമിലെ ഹീറ്റർ തണുപ്പ് ഓൺ ചെയ്യുമല്ലോ, തണുപ്പ് ഓൺ ചെയ്ത് മിനിറ്റുകൾക്കകം റൂമിനകത്ത് ചൂട് വരുന്ന പോലെ ഒരു ദൈവദാസൻ റൂമിനകത്തോട്ട് കടന്നു വന്നു കഴിയുമ്പോൾ തന്നെ അന്തരീക്ഷം മാറുന്ന ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. വന്ന് 2 കൈ അടിച്ചാൽ മതി. ആ 2 കൈയടി കൊണ്ട് മൊത്തം അന്തരീക്ഷം മാറും. അത് ചുമ്മാ അടിക്കുന്നതല്ല. അടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടാക്കായാണ്. അവൻ കൂടാരത്തിലോട്ട് ഒറ്റ അടി അടിക്കുകയാണ്. ആത്മമണ്ഡലം പ്രകമ്പനം കൊള്ളുക. ആത്മമണ്ഡലം പ്രകമ്പനം കൊള്ളുകയാണ്. അപ്പോൾ എന്നാ സംഭവിക്കും? ആത്മമണ്ഡലം പ്രകമ്പനം കൊള്ളുമ്പോൾ കൂടാരത്തിൻ്റെ കുറ്റി ആഞ്ഞടിക്കുമ്പോൾ അതിനകത്ത് ഈ ഭൂമിക്ക് ഇളക്കം സംഭവിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പാമ്പുകൾ പുറത്തു ചാടും. അതിനകത്ത് നിന്ന് പാമ്പുകൾ പുറത്തു ചാടും. നമുക്കൊരു വാക്യം വായിക്കാം. യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 23-ാമത്തെ വാക്യം ഉണ്ടോ? അതൊരു സാഫാക്ക് എന്നുള്ള വാക്കാണ്. കൈ കൊട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും? ആരെങ്കിലും ഇംഗ്ലീഷ് വായിക്കേ. And hisses him out of his places. ഹിസ് എന്ന് പറഞ്ഞാൽ ഏത് വാക്കാ? ഹിസ്, ചൂളം കുത്തുക. ഹിസ് കൂടുതൽ ആരാ? നമ്മൾ കൈയടിക്കാൻ തുടങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഹിസ്സിങ് സൗണ്ടുകൾ വരാൻ തുടങ്ങും. ശത്രുവിൻ്റെ പാമ്പുകൾ ഇളകാൻ തുടങ്ങും. ഇത് ചെറിയ പരിപാടിയല്ല നടക്കുന്നത്. പെന്തക്കോസ്ത് ആരാധന എന്താണെന്ന് പെന്തക്കോസ്തുകാർ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇത് തമാശ അല്ല, ചുമ്മാതെ കൈ കൊട്ടുന്നതല്ല. കൈയടിക്കുമ്പോൾ സിംഹാസനത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗങ്ങൾ ഇറങ്ങും.
അതാ തിരുവെഴുത്ത് പറയുന്നത്, കൈ കൊട്ടി അവനെ പുറത്താക്കി കളയും അവന്റെ സ്ഥലത്തു നിന്ന്. നീ കൈയടിക്കുമ്പോൾ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കപ്പെടും. കൂടാരം അടിച്ചുറപ്പിക്കുന്നതാണ് കയ്യടി. പാമ്പുകളെ പുറത്താക്കുന്നതാണ് കയ്യടി. ദേശത്തെ ഇളക്കുന്നതാണ് ഈ കയ്യടി. ഈ കൈ കൊട്ടുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആരാധിക്കുന്ന സമയത്ത് നിങ്ങളിപ്പം കൈ കൊട്ടുന്നത് ഇവിടെ ഓളം ഉണ്ടാക്കാനല്ല. ഇവിടെ ഓരോ ഓളവും വേണ്ട. ഇവിടെ ഓളം ഉണ്ടാക്കണേണ്ട, അത് രണ്ടുമൂന്ന് സാധനം വേറെ രണ്ടുമൂന്നെണ്ണം കൂടെ ഉണ്ടെന്ന് ആവശ്യലി പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് വെച്ച് ഇങ്ങനെ ഓൺ ചെയ്താൽ ഓളം ഉണ്ടാകും. ഓളമല്ല ഇത്. നിനക്ക് വിടുതലുണ്ടാകണമെങ്കിൽ ആരാധന വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാഴ്വാക്കല്ല. അങ്ങനെ ഒരു വാക്ക് എക്സാക്ട്ലി ബിബ്ലിക്കലാണ്. മറഞ്ഞിരിക്കുന്ന ആരാധന വെളിപ്പെടണം. ആരാധന വെളിപ്പെടുമ്പോൾ മാത്രമേ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും വിടുതലുള്ളൂ. പുതിയ നിയമം വേറെ ആണെന്നല്ല, പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ആരാധന വെളിപ്പെടുക. ആരാധന വെളിപ്പെടുമ്പോഴാണ് വിടുതലുണ്ടാകുന്നത്. നമ്മൾ ഏഷ്യ 55:12 വായിക്കുന്നുണ്ട്. ഏഷ്യ 55:12 എന്താ വായിക്കുന്നേ? മരങ്ങൾ കൈകൊട്ടട്ടെ. അങ്ങനെ ഒരു പാട്ടുമുണ്ട്, ലെറ്റ് ദ ട്രീസ് ഓഫ് ദ ഫീൽഡ് ഷാൽ ക്ലാപ്പ് ദെയർ ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പാട്ടുമുണ്ട്. അപ്പോൾ വൃക്ഷങ്ങൾ കൈകൊട്ടട്ടെ. സങ്കീർത്തനം 98 പറയുന്നത് പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ. ഈ കൈകൊട്ടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്ക, മാക്ക, സാഫ, മക്ക, ഈ 4 വാക്കുകളും യാതായും എല്ലാം ഈ കൈകൊട്ടത് എന്ന് പറഞ്ഞാൽ ഈ കൈകൊട്ടുന്നതിന് അത്ര പ്രാധാന്യമുണ്ട്. നാം കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, കൈ ഉയർത്തുമ്പോൾ ആത്മമണ്ഡലം വ്യത്യാസപ്പെടും. പ്രൈസ് ഗോഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഇത് മനസ്സിലാക്കാതെ നമ്മുടെ സമയങ്ങളെല്ലാം വെറുതെ കളഞ്ഞു. അതുകൊണ്ട് കൈയടിക്കുന്നതിന് ഇത്രയേറെ പ്രാധാന്യമുണ്ട്. വെറുതെ അടിക്കുകയല്ല, ആത്മീക യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 11-ാം അധ്യായം 12-ാം വാക്യം. മതി. അധികാരങ്ങളെ മാറ്റുന്നതാണ് ഈ കൈകൊട്ട്. ചുമ്മാ കൈകൊട്ടതൊന്നും അല്ല. അവിടെ സിഗ്നിഫിക്കൻസ് ഭയങ്കരമാണ്. മനസ്സിലായോ? വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ ലോകാധിപതികളെയും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സൈന്യങ്ങളെയും നമുക്കെതിരായി നിൽക്കുന്ന സകലത്തിനും എതിരായിട്ടുള്ള പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 10 പറയുന്നത്. എന്തോ ആയുധം നമ്മുടെ കയ്യിലുള്ളത്? അർദ്ധരാത്രി ആയപ്പോൾ പൗലോസും ശീലാസും എന്ത് ചെയ്തു? അവരുടെ പോരിന്റെ ആയുധങ്ങൾ പുറത്തെടുത്തു. നമുക്ക് കാണാം പോരിന്റെ ആയുധങ്ങൾ എന്താണെന്ന്. പോരിന്റെ ആയുധങ്ങളാണ് ഈ പറഞ്ഞത്. ഏതാണ്? യാദ, ടോഡ, ബറാഖ്, ടെഹീല, ഹലാൽ. രാജാക്കന്മാരെ ഇളക്കി മാറ്റുകയാണ്. പുതിയൊരുത്തിനെ അഭിഷേകം ചെയ്യുകയാണ്. മുന്നോട്ട് വിടുവാൻ. 6 വാക്ക് പറഞ്ഞു, ഇനി സമയമില്ല, ബാക്കി വേറെ ഒരു സമയത്ത് പറയാം. 7ാമത് ഒരെണ്ണം കൂടെ തൊട്ട് പറഞ്ഞേക്കാം. 7ാമതൊരു വാക്ക് സമാർ. സമാർ എന്താണ്? സമാർ എന്ന് പറഞ്ഞാൽ താണ്ടിയിരിക്കുന്ന വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ്, അതാണ് സമാർ. ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടിയവർ, ഞാൻ പലപ്പോഴും എനിക്ക് അവരോട് അസൂയുണ്ട്, ഫ്രാങ്ക്ലി പറയുമ്പോൾ. കാരണം എനിക്ക് 6 വർഷിപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ 7ാമത്തെ വർഷിപ്പ് എനിക്ക് ഒരു പിടിപാടുമില്ല. ബാറാക്ക് എനിക്ക് പറ്റും, തൽക്കാലം എനിക്ക് മുട്ട് മടക്കാൻ പ്രയാസമില്ല, ചില മുട്ടുവേദന ഉണ്ടെങ്കിലും മടക്കാം. ഹലാൽ പറ്റും, ടെഹീല പറ്റും, യാദ പറ്റും, ടോഡ പറ്റും, ടാക്ക പറ്റും, ഇതെല്ലാം പറ്റും. സാമാർ വരുമ്പോൾ വെരി ഫ്യൂ പീപ്പിൾ, ദേ ആർ ഗിഫ്റ്റഡ് ആൻഡ് ദേ ആർ ചോസൺ ആൻഡ് ദേ ആർ ടാലന്റഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സാമാറിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. ചുമ്മാ വായിക്കല്ലത്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പാട്ട് പാടുമ്പോൾ മനസ്സിലാക്കണം ടെഹീല തുടങ്ങിയിരിക്കുന്നു. ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം ഇതാ വരുന്നു സമാർ. അപ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ടെഹീല, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുമ്പോൾ സമാർ. അപ്പോൾ ആരെങ്കിലും കൈകൊട്ടുമ്പോൾ യാദ, ആരെങ്കിലും ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഹലാൽ, ആരെങ്കിലും മുട്ടുകുത്തിയാൽ അത് ബാറാഖ്, ആരെങ്കിലും കമന്ന് വീണാൽ അത് ഷാബാത്ത്. ഓ വണ്ടർഫുൾ. അതാണ് വർഷിപ്പ്. പറഞ്ഞു പിടിച്ചു വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കും. നമ്മുടെ വർഷിപ്പിന് ഇനി പുതിയൊരു പേര് കണ്ടുപിടിക്കാൻ പോവുക എബ്രായ ഭാഷയിൽ. ഞാൻ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലോട്ട് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വർഷിപ്പ് ഉണ്ടത് കണ്ടിട്ട് 58 വാക്കാണുള്ളത് എബ്രായ ഭാഷയിൽ. അപ്പോൾ ഈ 58 വാക്കുമല്ലാതെ മലയാളി പെന്തക്കോസ്തുകാരുടെ വർഷിപ്പ് കണ്ടിട്ട് ഒരു പ്രത്യേക വാക്കുണ്ടാക്കാൻ ഹീബ്രു യൂണിവേഴ്സിറ്റിക്കാർ വരുമായിരിക്കും. കാരണം നമ്മുടെ ആരാധന പ്രദർശിപ്പിക്കപ്പെടേണ്ടതാണ്. കമോൺ, നമ്മളിപ്പോൾ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാനുള്ളതല്ല. ആരാധനയെ നമ്മൾ പ്രദർശിപ്പിക്കണം.
മാനിഫെസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഞാനൊരു മരണം ആദ്യമായിട്ട് കണ്ടത് ഞാൻ നേരിട്ട് അടുത്ത് കാണുന്നത്. ആളിങ്ങനെ നോക്കിക്കോ മരിച്ചു, ഹോസ്പിറ്റലിൽ വെച്ചാണ്. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്തെന്നാ പറയുക, നേഴ്സുമാരിങ്ങനെ ഒരുങ്ങി നിൽക്കായിരുന്നു. ഇവിടുത്തെ കാര്യമല്ല, ഇന്ത്യയിലാണ്. മരിക്കുകയും ഇവരിങ്ങനെ നോക്കണ്ടോ, മരിച്ചു. അന്നേരം പെട്ടെന്നൊരു വയർകോസ് എടുത്ത് ഇങ്ങനെ ഒരു കെട്ട്, ഈ അടിത്താടി മോളും കൊണ്ട് ഒരൊറ്റ കെട്ട് കെട്ടി. ഞാൻ ഫസ്റ്റ് ആക്റ്റാണത്. ഞാൻ ഓർത്ത് ഇതെന്തിനാണ്? അവ പറയണത് നീ മിണ്ടിപ്പോരുത്. ആ കെട്ട് വീഴുന്നതിന് മുമ്പ് മാക്സിമം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. താടിക്ക് കെട്ടാനുള്ള സാധനമൊക്കെ എങ്ങാണ്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത്തെ കെട്ടാൻ നേഴ്സ് കെട്ടി, കൈ രണ്ടോട് കൂട്ടിക്കെട്ടി. സത്യമായിട്ട് ഞാൻ കണ്ടത്. ഞാൻ അവനെ പറഞ്ഞു, അമേരിക്കയിൽ എനിക്കറിയത്തില്ല, ഞാൻ ഇന്ത്യയിൽ നേരിട്ടുണ്ട്. ഈ രണ്ട് കൈയുടെ ഇങ്ങനെ ഈ തള്ളവരിൽ രണ്ടോട് കൂട്ടിക്കെട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കൈയടിക്കല്ലെന്നുവാ. അപ്പോൾ ജീവനോടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് പിശാചിനും അന്ധകാര ലോകത്തിനുള്ള ഏറ്റവും വലിയ ത്രെറ്റ്, ഇവൻ ദൈവത്തെ സ്തുതിച്ചാലോ, ഇവൻ ദൈവത്തെ കൈയടിച്ച് മഹത്വപ്പെടുത്തിയാലോ, ഇവൻ ദൈവത്തെ കൈ ഉയർത്തി ആരാധിച്ചാലോ എന്നുള്ളൊരു ഭീതിയിലാണ് അന്ധകാര സൈന്യം നിൽക്കുന്നത്. വായികളെ തുറന്ന് നാം ദൈവത്തെ സ്തുതിക്കണം. കൈകളെ അടിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ഗോഡ്. കൈ ഉയർത്തി സ്തുതിക്കുമ്പോൾ നടക്കുന്നത് എന്നാണെന്ന് ഞാൻ പറഞ്ഞേ. കൈ ഉയർത്തുമ്പോൾ അതിന് ഞാൻ വാക്കുകൾ പറഞ്ഞായിരുന്നു. കൈ ഉയർത്തുന്നതിന് എന്താണ് പറയുന്നത്, കൈ അടിക്കുന്നതിന് എന്താണ് പറയുന്നത്. അപ്പുറം നിൽക്കുന്നവൻ ഇവൻ എന്തോ ഈ ചെയ്യുന്നെന്നും തോന്നുന്ന വിധത്തിൽ നീ ആരാധിച്ചാൽ അതാണ് ഹാലാൽ. ഇവൻ വളരെ ഡീസൻ്റ് ആണല്ലോ എന്ന് ചിന്തിക്കും. മനസ്സിലാക്കണം, നിന്റെ തോളെ പിശാച് കൈവച്ചിട്ടുണ്ട്. ഇയാൾ അത്ര ഡീസൻ്റ് ആയിട്ടാണ് ആരാധിക്കുന്ന ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഈ ഡീസൻ്റ് ആയിട്ടുള്ള പുള്ളിയുടെ കൂടെ ആര് നിൽപ്പുണ്ട്. ആരാധന അത്ര ഡീസൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ഉയർത്തണം, ദൈവത്തെ പുകഴ്ത്തണം. നമ്മെ സ്നേഹിച്ചതുപോലെ നാം ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. മുട്ടുകുത്തണം. മുട്ടുകുത്താനൊക്കെയുള്ള എല്ലാ സാധനവും നമുക്ക് കൂടെയുണ്ട്. മുട്ടുകുത്തേണ്ടവർക്ക് മുട്ടുകുത്താം, ചാടേണ്ടവർക്ക് ചാടാം, ഓടേണ്ടവർക്ക് ഓടാം. എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കാനുള്ള ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. നാം ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് കിട്ടുന്ന ചാൻസ് ആണിത്. നമുക്ക് ടൈം കുറവായതുകൊണ്ട് ആകെപ്പാടെ 10-20 മിനിറ്റ് കിട്ടുന്നുള്ളൂ. നാം എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. എഴുന്നേക്കാം. എല്ലാ അധരങ്ങളും തുറന്ന് എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. അവന്റെ നാമത്തെ വാഴ്ത്താം, അവന്റെ നന്മ